right here on this ground where we are standing, holding dreams with open hands against the sky. So clear, it's better than we planned it. This rising sun was meant for you and I. We see it now, the story comes together. Beauty lives in every chapter. We feel it now, nothing could be better. You and me, chasing down forever after. This truth, these words that we have spoken, giving purpose to the hope that we have found. There's proof in the days that lay before us, finding meaning in these moments playing out. We see it now, the story comes together. Beauty lives in every chapter. We feel it now, nothing could be better. You and me, chasing down forever after. The story comes together. Beauty lives in every chapter. സോ എന്ത് തോന്നണോ? Finally, the day is here. How are you feeling? ഫൈൻ. Show some excitement. ഷോർട്സ് വേണം, ഒരു എക്സൈറ്റ്മെന്റ്. ട്രെയിലറിൽ പോകാനുള്ള It feels like the first time, every moment I'm with you. You still catch my eye with every little thing you do. It's like a river wild, running as free as it can be. Oh, it's waking up and realizing I'm still in a dream.
വന്നേനാമേ എൻ്റെ പൊന്നിടയനന്തം വന്നേനാമേ എന്നോടുള്ള നിൻ സർവ നന്മകൾക്കായി ഞാൻ എന്തോ ചെയ്യേണ്ടു നിനക്കേശുപരാം ഇപ്പോൾ എന്തോ ചെയ്യേണ്ടു നിനക്കേശുപരാം പിതാവിനും പുത്രനും പരിശുദ്ധമുള്ള റൂഹായ്ക്കും സ്തുതി അതുപോലെയും തലമുറ തലമുറ ഞങ്ങളുടെ സങ്കേതം കൊട്ടയം ഞങ്ങളുടെ സ്വർഗീയ പിതാവാം ദൈവമേ ഈ ദിവസത്തിൻ്റെ ഈ വൈകിയ വേളയിൽ വിവിധ ഭവനങ്ങളിലായി ഞങ്ങൾ ഒത്തൊരുമിച്ച് ദൈവമേ നിൻ്റെ സന്നിധിയിലേക്ക് കടന്നു വന്നിരിക്കുന്നു. കഴിഞ്ഞ പകൽക്കാലം ഞങ്ങളെ കാത്തല്ലോ ഈ ദിവസം അനുഗ്രഹിക്കപ്പെട്ട ദിവസമാക്കി തീർത്ത കൃപയ്ക്കായി സ്തോത്രം. ദൈവമേ ഇന്ന് ഞങ്ങൾ നിൻ്റെ സന്നിധിയിൽ കൂടിയിരിക്കുന്നതിൻ്റെ ഉദ്ദേശം ദൈവമേ അവിടുന്ന് അറിയുന്നുവല്ലോ. രണ്ട് വ്യത്യസ്ത സാഹചര്യം വളർന്നു വന്ന ഈ മക്കൾ ഇന്ന് അവരുടെ വിവാഹ നിശ്ചയമാണ്. മനുഷ്യനെ എങ്ങനെയായിരിക്കുന്ന അല്ലാതല്ല എന്ന് കണ്ടിട്ട് പുരുഷനതൊക്കെ തുണയായിട്ട് സ്ത്രീ അവിടെ നിർമ്മിക്കുകയും കുടുംബമായിട്ട് ജീവിക്കാൻ അനുവദിക്കുകയും ചെയ്തത് എൻ്റെ ദൈവമേ അവിടുന്ന് ആകുന്നുവല്ലോ. ദൈവമേ ഈ കുഞ്ഞുങ്ങളെ ഇന്നുവരെയും കാത്തു പരിപാലിച്ച കൃപയ്ക്കാൻ തന്നെ ഞങ്ങൾ സ്തുതിക്കുന്നു. ഇവരുടെ ബാല്യത്തിൽ യൗവനത്തിൽ പഠനകാര്യങ്ങളിൽ നീ ഇത്രത്തോളം ഇവരെ വഴി നടത്തി പൂർണ്ണ ആരോഗ്യത്തോടെ ദൈവമേ ഇവർക്ക് ജീവിക്കാൻ കൊടുത്ത കൃപയ്ക്കായി സ്തോത്രം. നല്ല മാതാപിതാക്കൾക്ക് ഈ കുഞ്ഞുങ്ങൾ ജനിച്ചു, നല്ല വല്യപ്പനും വല്യമ്മയൊക്കെ അവർക്ക് ലഭിച്ചതിനാണെന്ന് ഞങ്ങൾ സ്തുതിക്കുന്നു. ദൈവമേ അവരുടെ അനുഗ്രഹവും ഒക്കെ ഈ കുഞ്ഞുങ്ങൾക്കുണ്ടല്ലോ. ദൈവമേ 27-ാം തീയതി നടക്കുന്ന വിവാഹ ശുശ്രൂഷയിലൂടെ ഒന്നാകുന്ന ഈ മക്കൾ അനുഗ്രഹിക്കപ്പെട്ട ഒരു കുടുംബജീവിതം നയിക്കാൻ തക്കൊണ്ട് ഇവരുടെ മാതാപിതാക്കളെ പോലെ പരസ്പര സ്നേഹത്തിലും ബഹുമാനത്തിലും മറ്റുള്ളവരെ കരുതി ദൈവഭയത്തിൽ കഴിയുന്ന കുഞ്ഞുങ്ങളായി തീരുവാൻ ദൈവമേ നീ സഹായിക്കണം. നസ്രത്തിൽ എളിയ ഭവനം പോലെ ഒരു കുടുംബജീവിതം ധന്യമായി തരണമേ. ഇരു ഭവനങ്ങൾക്കായി സ്തോത്രം. ദൈവമേ ഇന്ന് കാണുന്ന സ്നേഹം മരണപര്യന്തം ഈ രണ്ട് കുടുംബങ്ങളും ദൈവമേ നീ അവരെ ഒന്നിപ്പിക്കുന്നത്. ഇവരെ മക്കളെ മാത്രമല്ല ഈ രണ്ട് കുടുംബങ്ങളിലായ ഇവരുടെ മാതാപിതാക്കളെ ഈ സ്നേഹവും ഐക്യവും എന്നാളും നിലനിൽക്കണമേ. ഇവരുടെ ബന്ധുമിത്രാദികളോട് നീ അനുഗ്രഹിക്കണേ. നടക്കുന്ന വിവാഹനിശ്ചയത്തെ അനുഗ്രഹിക്കണമേ. ഞങ്ങളെ തന്നെ തിരുമുമ്പാസമർപ്പിച്ച് ഇവരിൽ നിന്ന് വാങ്ങിപ്പോയിരിക്കുന്ന പ്രത്യേകിച്ച് അവരുടെ ഗ്രാൻഡ് മദറും ഗ്രാൻഡ് ഫാദറും ഒക്കെയും സ്വർഗത്തിലിരുന്ന് കാണുന്നല്ലോ കർത്താവ്. അവരുടെ സാന്നിധ്യമൊക്കെ ഉള്ളതിനാൽ സ്തോത്രം. ദൈവമേ ഇത് ഭംഗിയായും ചന്തമായും ചിട്ടയെ നടക്കുവാൻ ദൈവം സഹായിക്കണമേ. ഇത് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ റൂഹായുടെ നാമത്തിൽ തന്നെ സ്വർഗസ്വനായ ഞങ്ങളുടെ പിതാവേ നാമപ്പെടണമേ. എൻ്റെ രാജ്യം വരണമേ. എൻ്റെ സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ഞങ്ങൾക്ക് തരണമേ. ഞങ്ങൾക്ക് ആരോഗ്യ ശിക്ഷ പോലെ ഞങ്ങളുടെ കടങ്ങളാണ് ഞങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കുക. പിന്നെ ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. കുറഞ്ഞ മറിയമേ നിനക്ക് സമാധാനം. നമ്മുടെ കർത്താവിനോടുകൂടെ വാഴ്ത്തപ്പെട്ടവനാം. ഉദരഫലമായ അവർക്ക് വാഴ്ത്തപ്പെട്ടവനാണ്. ശുദ്ധമുള്ള അന്യമറിയാമേ തമ്പുരാൻ്റെ അമ്മേ എപ്പോഴും ഞങ്ങൾ സമയത്തും ദൈവം തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. പിതാവാൻ ദൈവത്തിൻ്റെ സ്നേഹജാനം പുത്രൻ്റെ കൃപയും പരിശുദ്ധരുടെ സമ്മതവും സവാസവും ദൈവമേ ഈ ഞങ്ങളെടുത്തുള്ള തീരുമാനങ്ങളുടെയും നടക്കുന്ന വിവാഹ നിശ്ചയത്തിൻ്റെ മേലും ഓർത്ത് പ്രാർത്ഥന കാര്യങ്ങളും എപ്പോഴും ഞങ്ങൾക്കുണ്ടായിരിക്കുമാറാണമേ. Way up in the mountains, 4,000 feet high, there's a trail through the trees to a cliff where Carolina meets the sky. Oh, and there's a view I just can't describe. No, we're not there yet, just a few more steps, baby, wait. Okay, you can open your eyes. This is it, this is now. This is what I've been talking about. Looking out, can't you see forever? Take my hand, just take it in. This is a moment we won't forget. On top of the world, here together. If there ever was a time for a perfect kiss, this
This is now, it's what I've been talking about. Looking out, I can see forever. So take my hand, just take it in. This is the moment we won't forget. On top of the world, here together, surrounded by our family and our friends. If there ever was a time for a perfect kiss, this is it. Yeah, this is it. All you need is love, 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 love. All you need is 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 love, love, love. All you step into the moment, let yourself free now. All you need is loving. Find your way. All you need is a little bit of love inside of you. Carry it like a light, I say. And this love will carry you through. All you need is love, 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 love. All you need is love, love, love. All you need is love, 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 love. All you need is love, love, love. All you need is love, 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 love. All you need is love, love, love. All you need is love, all you need is love, love. All you need is. So lay down your worries. Take a time, don't stay with me. If you just breathe for a moment, then let go and release. Ooh. I don't know what I know, all I know is you need a bit of love to get you. I don't know what I know, all I know is you need a bit of love to get your love. I don't know what I know, all I know is you need a bit of love to get your love. I don't know what I know, all I know is you need a bit of love to make your love. I don't know what I know, all I know is you need a bit of love to get your love. I don't know what I know, all I know is you need a bit of love to get your love. All you need is. Good evening, ladies and gentlemen. എല്ലാവർക്കും നല്ല നമസ്കാരം. What a great evening it is, isn't it? With all the beautiful women dressed up so gorgeously and all the men looking absolutely handsome. Yes, this evening is all about celebration of love, friendship and togetherness of our dearest Tina and Akhi. ഇന്ന് നമ്മളെല്ലാവരും വളരെ സന്തോഷവും അഭിമാനവും സ്നേഹവും നിറഞ്ഞ ഒരു സായാഹ്നത്തിന് തുടക്കം കുറിക്കുകയാണ്. കാരണം നമ്മളുടെ ഹൃദയത്തോട് അത്രമേൽ ചേർന്ന് നിൽക്കുന്ന രണ്ട് വ്യക്തികൾ വിവാഹമെന്ന അവരുടെ ജീവിതത്തിലെ ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു യാത്രയ്ക്ക് തുടക്കം കുറിക്കുന്ന ദിവസമാണിന്ന്. നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട ടീനയുടെയും അഖിലിൻ്റെയും ജീവിതത്തിലെ ഈ ഒരു വലിയ സന്തോഷ സായാഹ്നത്തിന് അവരുടെ സന്തോഷത്തിൻ്റെ ഭാഗമാകുവാൻ, അവരെ അനുഗ്രഹിക്കുവാൻ വന്നിട്ടുള്ള എല്ലാവരെയും ഒരുപാട് സ്നേഹത്തോടു കൂടി
സ്വാഗതം ചെയ്യുകയാണ്. Ladies and gentlemen, it's my absolute pleasure to welcome each one of you to this wonderful betrothal reception of Antiras, Tina and Akhil. Of course, എൻ്റെ മുന്നിലിരിക്കുന്ന അവരുടെ ഏറ്റവും ക്ലോസസ്റ്റ് ആയിട്ടുള്ള ഫാമിലി മെമ്പേഴ്സ് ആണ് നിങ്ങൾ. അപ്പോൾ ഫോർ എ ഫ്രഷ് വണ്ടർഫുൾ സ്റ്റാർട്ട് we can have a big round of applause. ഒരു നല്ല കൈയടിയാവാം എല്ലാവരും ചേർന്നിട്ട്. Right, super. Thank you so very much. So ladies and gentlemen, we all are waiting for their wonderful entry to this amazing stage. അല്ലേ, നമ്മളെല്ലാവരും കുറച്ചധികം നേരമായിട്ട് കാത്തിരിക്കുന്നത് അവരുടെ രണ്ടുപേരുടെയും സ്റ്റേജിലേക്കുള്ള വരവിന് വേണ്ടിയിട്ടാണ്. ആൻഡ് ഈ ഒരു സായാഹ്നത്തിൽ ഈ ഒരു നിമിഷം പൂർണ്ണമാകണമെങ്കിൽ തീർച്ചയായിട്ടും അവരുടെ സാന്നിധ്യം നമുക്കിവിടെ ആവശ്യമുണ്ട്. Without any further ado, ladies and gentlemen, the moment has come that we all are eagerly waiting for. A handsome, charming Akhil is here. So with a thunderous round of applause, ladies and gentlemen, let's welcome our groom to be handsome, charming Akhil to this wonderful stage. And okay, hello. Are you tensed? No, nervous? Not at all. Huh? He's like, that part is all over. Now I'm in a cloud nine, right? So ladies and gentlemen, നമ്മുടെ അഖിക്ക് വേണ്ടി ഒരു കുറച്ചുകൂടി എനർജിക്ക് വേണ്ടി ഒരിക്കൽ കൂടി ഒരു നല്ല കൈയ്യടി തരാമോ? ആൻഡ് എനിക്ക് ഏറ്റവും സന്തോഷത്തിൽ പറയാൻ പറ്റും, ഏറ്റവും ഉച്ചത്തിൽ കൈയടിച്ചയാൾ തീർച്ചയായിട്ടും ആരാണ് ഈ ഫ്രണ്ടിൽ ഇരിക്കുന്നത്? ബ്യൂട്ടിഫുൾ സ്മൈലോടുകൂടി അഖിലിൻ്റെ അച്ഛയാണ്, റൈറ്റ്? അച്ഛയുടെ ബ്യൂട്ടിഫുൾ സ്മൈലാണ് അഖിക്ക് കിട്ടിയേക്കുന്നത്. അഖിൽ ചിരിച്ചേ. യെസ്. സോ എവ്രി വൺ, ഇനി നമ്മൾ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാൻ പോകുന്നത് അഖിയുടെ ബെറ്റർ ഹാഫ്, ബെസ്റ്റ് ഹാഫ്, നമ്മുടെ എല്ലാവരുടെയും ഡാർലിംഗ് ടീന കുട്ടിയെയാണ്. ടീനനെ കുറിച്ച് പറയുമ്പോൾ ടീന ഒരു നല്ല ഫ്രണ്ടാണ്, നല്ല സഹോദരിയാണ്, നല്ല മകളാണ്. ആൻഡ് ഷീ ഈസ് എ ഗോഡ് ഫിയറിംഗ് ഗേൾ. സോ ladies and gentlemen, with a big round of applause, the most awaited moment of today's big celebration, the grand, wonderful, royal entry of our Tina Kuti. So ladies and gentlemen, may I ask everyone to get up and with a thunderous round of applause, let's welcome our Tina's cutie pie, Miss Tina to this wonderful stage. Indeed, a wonderful entry. Thank you so very much. And hello. All busy with posing, right? Hello. A big congratulations to you guys and a big round of applause, everyone. Because, as I said earlier, ഇവരുടെ ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ, ഏറ്റവും പ്രഷ്യസ് ആയിട്ടുള്ള ഒരു ഫ്രണ്ട്ഷിപ്പിൻ്റെ, കമ്പാനിയൻഷിപ്പിൻ്റെ, പാർട്ട്ണർഷിപ്പിൻ്റെ തുടക്കമാണിത്. ഇത് ഏറ്റവും ഗംഭീരമായിട്ടുള്ള ഒരു യാത്രയാകട്ടെ എന്ന് നമുക്ക് എല്ലാവർക്കും ആശംസിക്കാം, അല്ലേ? കാരണം ഇവരുടെ ഹൃദയത്തോട് അത്രമേൽ ചേർന്ന് നിൽക്കുന്നവരാണ് നിങ്ങൾ ഓരോരുത്തരും, നമ്മൾ ഓരോരുത്തരും. ഇപ്പോൾ വന്നിട്ടുള്ള എല്ലാവരും ചേർന്ന് വൺസ് അഗെയിൻ നമ്മുടെ ഹൃദയത്തിൽ നിറഞ്ഞ് സ്നേഹത്തിൽ പൊതിഞ്ഞ ഒരു കൈയടിയാവാം. ഒരിക്കൽ കൂടി Thank you so much. And before we dive into the big celebration,
Akhi and Tina, let me tell you something. You both looking just fantabulous today. Am I right or what? Am I right or what? And she's like clappy. ഇതുവരെ ആൾ കൈയടിക്കാൻ പറഞ്ഞിട്ടില്ല കേട്ടോ. ബിക്കോസ് ഇന്ന് ഇവരുടെ ദിവസമാണ്, ഇവർ സുന്ദരനും സുന്ദരിയുമാകേണ്ട ദിവസമാണ്, റൈറ്റ്? ബട്ട് ഇവർ രണ്ടുപേരും മാത്രം ഇങ്ങനെ സ്റ്റേജിൽ നിറഞ്ഞു നിന്നാൽ ശരിയാകത്തില്ല. കുറച്ച് വ്യക്തികൾ കൂടി സ്റ്റേജിലേക്ക് വരേണ്ടതുണ്ട്. അത് മറ്റാരുമല്ല, ടീനയും അഖിയും ഇത്ര മിടുക്കനും മിടുക്കിയുമായി വളർത്തി വലുതാക്കിയ, ഇവരുടെ ഹൃദയത്തിൽ അത്രമേൽ സ്ഥാനമുള്ള, ഇവരുടെ വളർച്ചയിൽ ഏറ്റവും കൂടുതൽ ക്രെഡിറ്റ് കൊടുക്കാൻ പറ്റുന്ന 4 വ്യക്തികളുണ്ട്. അതാരാണ്? അച്ഛനമ്മ, റൈറ്റ്? ഒരു പക്ഷേ ഇവരുടെ രണ്ടുപേരുടെയും ഹാർട്ട് ആൻഡ് സോൾ എന്ന് വിളിക്കാൻ പറ്റുന്ന 4 വ്യക്തികളാണ്. ഏറ്റവും സ്നേഹത്തോടെ നിറഞ്ഞ മനസ്സോടെ വേദിയിലേക്ക് ആദ്യം തന്നെ സ്വാഗതം ചെയ്യാം ടീനയുടെ ഏറ്റവും പ്രിയപ്പെട്ട പപ്പയും അമ്മയും. അങ്കിളും ആൻറ്റിയും എൻ്റെ ഫേവറേറ്റ് ആണ്. കാരണം അവർ ടീനയുടെ ഈ ബിഗ് ഡേ സെലിബ്രേറ്റ് ചെയ്യാനായിട്ട് ഒരുപാട് കാത്തിരുന്ന് ടീനയെ പോലെ തന്നെ എക്സൈറ്റ്മെൻറ്റിലിരിക്കുന്ന 2 പേരാണ്. സോ ladies and gentlemen, let's welcome her heart and her soul, our dearest Ajit uncle and Ashanti. With a big round of applause, let's welcome Dr. Ajit Thomas and Dr. Asher Zakaria to this amazing stage. Thank you so much. Thank you so much, uncle and auntie. ഇനി ഒട്ടും സമയം കളയാതെ നമുക്ക് അഖിയുടെ കുടുംബാംഗങ്ങളെ കൂടി വേദിയിലേക്ക് സ്വാഗതം ചെയ്യേണ്ടതുണ്ട്. ഒരുപാട് സ്നേഹത്തോടെ നിറഞ്ഞ മനസ്സോടെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അഖിലുടെ ഏറ്റവും പ്രിയപ്പെട്ട അച്ഛനെയും അമ്മയെയും ഞങ്ങളുടെ കുടുംബത്തിലേക്ക് ചേർക്കപ്പെടുന്ന ഞങ്ങളുടെ ഏറ്റവും സ്നേഹം നിറഞ്ഞ അച്ഛനെയും അമ്മയും വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. വിത്ത് എ ബിഗ് റൗണ്ട് ഓഫ് അപ്ലോസ്, ലെറ്റ്സ് വെൽക്കം our dearest Mr. V. Maniyannan and Mrs. Shobha Lakshmi. അങ്ങനെ മാറ്റി നിറഞ്ഞൊരു കൈത്തോടെ തന്നെ യോഗവേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. ഏറ്റവും സ്നേഹത്തോടെ മാതാപിതാക്കൾ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ പ്രാർത്ഥനയിലേക്ക് കടക്കേണ്ടതുണ്ട്. അതിനോടൊപ്പം തന്നെ ഇവിടെ ആൻറ്റിയും അങ്കിളും വന്ന് നിന്ന നിമിഷം തൊട്ട് എൻ്റെ അടുത്ത് പറയുന്നുണ്ട്, ഞങ്ങൾ മാത്രമല്ല ഒരാളൂടി അവിടെ ഇരിക്കുന്നുണ്ട്, ആളുകൂടി വന്നാലേ ഞങ്ങളുടെ ഫാമിലി കംപ്ലീറ്റ് ആകത്തുള്ളൂ എന്ന്. ആളെ മറന്നു പോയതല്ല, പേരൻസ് എല്ലാവരും ഒന്ന് കയറിയതിന് ശേഷം ഒരു സ്പെഷ്യൽ ഇൻട്രൊഡക്ഷൻ കൊടുത്ത് വിളിക്കാമല്ലോ എന്ന് കരുതി വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ഇവർക്ക് 2 പേർക്കും കൂടിയുള്ള ഒരേ ഒരു സിബ്ലിംഗ് ആണ്, റൈറ്റ്? അഖിക്കും ടീനയ്ക്കും ഒരുമിച്ച് ചേർന്ന് അടി ഉണ്ടാക്കാൻ പറ്റുന്ന ഒരേ ഒരാളാണ്. ആൻഡ് ബിഫോർ ഇൻട്രൊഡ്യൂസിങ് ആൻഡ് വെൽക്കം ഹിം, ഐ ഹാവ് എ സ്മോൾ ക്വസ്റ്റ്യൻ ടു യു ടീന. ടീന ലൈഫിൽ ഏറ്റവും കൂടുതൽ തല്ലുണ്ടാക്കിയിട്ടുള്ളത് പപ്പയും മമ്മിയും കഴിഞ്ഞാൽ ആരാണ്? അഖി? ഓക്കേ, I was expecting something else കേട്ടോ. ഞാൻ വിചാരിച്ചു ആ ഇരിക്കുന്ന ആളെ പറയുമെന്ന്. ആൻഡ് ഹി ഈസ് ലൈക്ക് പാവം കുട്ടി. ഓ മൈ ഗോഡ്. അപ്പം നമ്മുടെ ഫാമിലിയിലെ പാവം കുട്ടീനെ സ്റ്റേജിലേക്ക് വിളിക്കാൻ പോവാണ്. ആ ഡാർലിംഗ് ക്യൂട്ടി പായ് നമ്മുടെ ഫാമിലിയെ കംപ്ലീറ്റ് ആക്കുന്ന dearest Kevin Kutan. So ladies and gentlemen, with a big round of applause, let's welcome our darling younger brother Kevin to this wonderful stage. Yes, and here complete a perfect family picture. ഇപ്പോഴാണ് ഇത്ര മനോഹരമായിട്ട് ഡെക്കറേറ്റ് ചെയ്ത ഈ ഒരു സ്റ്റേജ് കംപ്ലീറ്റ് ആയത്. നമുക്ക് എല്ലാവർക്കും അറിയുന്നത് പോലെ വിവാഹം എന്ന് പറയുന്നത് 2 വ്യക്തികളുടെ മാത്രമല്ല, 2 കുടുംബങ്ങളുടെ കൂടെ ഒന്നുചേരലാണ്. ആൻഡ് ഹിയർ കംപ്ലീറ്റ് എ ബ്യൂട്ടിഫുൾ ഫാമിലി. സോ നമ്മൾ ഓർമ്മകളെ ഒരുപാട് ചെറിഷ് ചെയ്യുന്നവരാണല്ലേ. ഓർമ്മകൾക്ക് എപ്പോഴും മാധുര്യം കൂട്ടുന്നത് ഫോട്ടോഗ്രാഫ്സ് ആണ്. സോ ലെറ്റ്സ് ഗിവ് them a moment to capture this wonderful family picture together. സ്നേഹത്തോടുകൂടി ഷിബു അച്ഛനെ സ്വാഗതം ചെയ്യുന്നു. ജിബിൻ അച്ഛൻ, യെസ്, കോശി അച്ഛൻ, എല്ലാവരും നമ്മളോടൊപ്പം. ബിക്കോസ് ഇവരെല്ലാവരും ഞങ്ങളുടെ കുടുംബത്തോട് അത്രമേൽ ചേർന്ന് നിൽക്കുന്നവരാണ്. ഇവരെ എല്ലാവരെയും ഒരുപാട് സ്നേഹബഹുമാനത്തോടു കൂടി വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. എല്ലാവരെയും വളരെ സന്തോഷത്തോടു കൂടി ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. പ്രത്യേകിച്ച് വൈദിക സഹോദരങ്ങൾ,
ഡോക്ടർ സജിത്തിൻ്റെ ഇടവക പത്തനംതിട്ടയ്ക്ക് അടുത്തുള്ള വകയാർ ഇടവയാണ്. അവിടുന്ന് എൻ്റെ ചുമതലക്കാരും പ്രിയപ്പെട്ട അച്ഛന്മാരും കടന്നു വന്നിട്ടുണ്ട്. അവരെല്ലാവരെയും നിങ്ങളെല്ലാവരെയും വധുവിൻ്റെയും വരൻ്റെയും ഒപ്പം കടന്നു വന്നിരിക്കുന്ന അടുത്ത ബന്ധുക്കളായിട്ടുള്ള എല്ലാവരെയും വളരെ സന്തോഷത്തോടു കൂടി ഞാൻ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. അപ്പോൾ നമ്മുടെ രീതി അനുസരിച്ച് നമ്മെ ക്ഷണിച്ചു വരുത്തിയ കാര്യം ഇപ്പോൾ ഇവിടെ പ്രസ്താവിക്കുന്നതായിരിക്കും. വേദിയിലേക്ക് ഏറ്റവും സ്നേഹബഹുമാനപൂർവ്വം ടീനയുടെ ഗ്രാൻഡ് പേ നമുക്കെല്ലാവർക്കും അറിയുന്ന പി എ സക്രിയ അങ്കിളുടെ യങ് ബ്രദർ പി തോമസ് അങ്കിളുണ്ട്. അങ്ങനെ ഏറ്റവും സ്നേഹത്തോടു കൂടി വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ദൈവത്തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ബഹുമാനപ്പെട്ട വൈദിക ശ്രേഷ്ഠത്തെ, ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ വന്നിട്ടുള്ള അതിഥികളേവരെയും ദൈവനാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. ഡോക്ടർ അജിത് തോമസിൻ്റെയും ഡോക്ടർ ആഷ അജിത്തിൻ്റെയും മകൾ ടീന അജിത്തിൻ്റെയും മിസ്റ്റർ വി മോനിവർണ്ണൻ്റെയും മിസ്റ്റർ ശോഭാലക്ഷ്മിയുടെയും മകൻ അഖിലുമായുള്ള വിവാഹത്തെക്കുറിച്ച് ആലോചിച്ച് നിശ്ചയിച്ച് ഒരു ധാരണയിൽ എത്തിച്ചേരുന്നതിന് വേണ്ടിയാണ് നിങ്ങളെല്ലാവരെയും ആദരപൂർവ്വം ഇവിടെ ക്ഷണിച്ചു വരുത്തിയിരിക്കുന്നത്. നമ്മുടെ പ്രസ്താവിച്ച കാര്യം കേട്ട് കാണുമല്ലോ. അടുത്ത ബന്ധുക്കളെയൊക്കെ പരിചയപ്പെടുത്തി. എന്നാൽ ഒരാൾ ഞങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഈ മകളുടെ ഗ്രാൻഡ് ഫാദർ, മകളുടെ ഗ്രാൻഡ് ഫാദറാണ്. നോർത്ത് ഇന്ത്യയിലാണ്. ഈ വിവാഹ സംബന്ധമായിട്ട് കടന്നു വന്നതാണ്. വളരെ സന്തോഷമുണ്ട് കൊച്ചുമകളുടെ വിവാഹത്തിൽ സംബന്ധിക്കുന്നത്. ഓക്കെ, താങ്ക് യു. ഇപ്പോൾ ഈ വിവാഹം നടക്കുന്ന കാര്യങ്ങൾ തീയതിയും സ്ഥലവുമെല്ലാം ഇപ്പം വരൻ്റെ ബന്ധുക്കൾ ഇപ്പം പറയും. സാർ, എല്ലാവർക്കും നമസ്കാരം. എൻ്റെ ഇവിടെ ഒരു പ്രത്യേകമായി പറഞ്ഞിരിക്കുന്ന ഒരു പ്രത്യേക കർത്തവ്യം പറയാനാണ്. അഖിലും ടീനയും തമ്മിലുള്ള വിവാഹത്തെക്കുറിച്ച് വരൻ്റെയും വധുവിൻ്റെയും ബന്ധുക്കൾ എല്ലാവരുമായി കൂടി ആലോചിച്ച് തീരുമാനിച്ചതനുസരിച്ച് ഇവരുടെ വിവാഹം ഈ മാസം 27 തിങ്കളാഴ്ച, അതായത് ഒക്ടോബർ 27, 2025 11 മണിക്ക് പാളയം സെൻറ്റ് ജോർജ് സിറിയൻ ഓർത്തഡോക്സ് കത്തീഡ്രൽ വെച്ച് നടത്തുന്നതിന് നിശ്ചയിച്ച് ധാരണയിലെത്തിയ വിവരം നിങ്ങളെല്ലാവരെയും സന്തോഷപൂർവ്വം അറിയിക്കുന്നു. വിവാഹാനന്തര സ്നേഹ വിരുന്ന് സൽക്കാരം തിരുവനന്തപുരം വഴുതക്കാടുള്ള ഹയാത്ത് റീജൻസി ഹോട്ടലിൽ വെച്ച് പകൽ 1:30 നടത്തുന്നതിനുമാണ് ധാരണയിൽ എത്തിയിട്ടുള്ളത്. നമസ്കാരം. പ്രസ്താവിച്ച കാര്യം നിങ്ങൾ കേട്ട് കാണുമല്ലോ. നമുക്കിത് അംഗീകരിക്കാം. കൈയടിച്ചാൽ. താങ്ക് യു. അപ്പോൾ നമ്മളെടുത്ത തീരുമാനങ്ങൾ ഡോക്ടർ സജിത്തിൻ്റെ വികാരി അച്ഛൻ ഇപ്പോൾ ഇവിടെ വായിക്കുന്നതായിരിക്കും. അജിത്തിൻ്റെ മാതൃഇടവകയായ വകയാർ സെൻറ്റ് മേരീസ് ഇടവകയിലെ വികാരി ആണ് ഞാൻ. എന്നോടൊപ്പം സഹവികാരി ജിബിനച്ചുണ്ട്. വികാരി എന്നതിനേക്കാൾ ഉപരിയായി ഇതെൻ്റെ മൂത്ത ജ്യേഷ്ഠനാണ്. ജ്യേഷ്ഠൻ്റെ കൊച്ചുമകളുടെ, അപ്പോൾ എൻ്റെ കൊച്ചുമകളാണ് മോള്, അവളുടെ ടീന. അവളുടെ വിവാഹത്തിന് സംബന്ധിക്കുവാനൊക്കെ വേണം. സാന്ദർഭികമായി അജിത്തിൻ്റെ വികാരിയായിട്ട് എത്താൻ തക്കോട് സാധിച്ചു. ഞാനുണ്ട്, എന്നോടൊപ്പം ജിബിനച്ചനുണ്ട്, പള്ളിയുടെ ട്രസ്റ്റിയുണ്ട്, സെക്രട്ടറിയുണ്ട്. ഞങ്ങൾ 4 പേരും കൂടെയാണ് വന്നത്. ഈ നല്ല സമയത്ത് നമുക്കൊന്നിച്ച് ഈ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ തക്കവണ്ണമായിട്ട് സാധിക്കട്ടെ. എടുത്ത തീരുമാനം ഏവരുടെയും അറിവിലേക്കായിട്ട് പ്രത്യേകമായിട്ട് പ്രഖ്യാപിക്കുകയാണ്, ഇവിടെ അറിയിക്കുകയാണ്. തിരുവനന്തപുരം സെൻറ്റ് ജോർജ് കത്തീഡ്രൽ ഇടവകയിൽ പ്രിയപ്പെട്ട ഡോക്ടർ അജിത് തോമസിൻ്റെയും ആശാ സക്രിയയുടെയും മകൾ ടീന അജിത്തും അഖിൽ തമ്മിലുള്ള വിവാഹം ദൈവഹിതമായ 2025 ആണ്ട് ഒക്ടോബർ മാസം 27 തിങ്കളാഴ്ച പകൽ 11 മണിക്ക് തിരുവനന്തപുരം സെൻറ്റ് ജോർജ് പാളയം സെൻറ്റ് ജോർജ് ഓർത്തഡോക്സ് കത്തീഡ്രൽ വെച്ച് നടത്തുന്നതിനായി നിശ്ചയിച്ച് ഉറപ്പിച്ചിരിക്കുന്നു. എടുത്ത് കൈമാറുന്നതിന് മുമ്പായിട്ട് ഇപ്പോൾ പ്രാർത്ഥിക്കുന്നതായിരിക്കും. നിനക്ക്
ചെയ്യുന്നു നിന്നടിയാത്തിരുനാമത്തിനാദരവാ വന്ദനം ചെയ്യുന്നു നിന്നടിയാത്തിരുനാമത്തിനാദരവാ. പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി. തന്റെ സ്തുതികളാൽ ആകാശവും ഭൂമിയും നിറയപ്പെട്ടിരിക്കുന്ന ബലവാനായ ദൈവം തമ്പുരാൻ പരിശുദ്ധൻ 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 ഉയരങ്ങളിൽ സ്തുതി. ദൈവമേ നീ പരിശുദ്ധനാവുന്നു. ദൈവമേ നീ പരിശുദ്ധനാവുന്നു. ദൈവമേ നീ പരിശുദ്ധനാവുന്നു. ഞങ്ങളുടെ കർത്താവേ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നിനക്ക് സ്തുതി. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, പരിശുദ്ധമാകണമേ, രാജ്യം വരണമേ, സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ഞങ്ങൾക്ക് തരണമേ, ഞങ്ങളുടെ കടക്കാരോട് ക്ഷമിച്ചതുപോലെ ഞങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ, പിന്നെയോ ദുഷ്ടനിൽ ഞങ്ങളെ രക്ഷിക്കണമേ. രാജ്യവും ശക്തിയും മഹത്വവും നിനക്കുള്ളതാവുന്നു. ആമേൻ. നിറഞ്ഞ മറിയമേ നിനക്ക് സമാധാനം. കർത്താവിനോടുകൂടെ സ്ത്രീകളിൽ വാഴ്ത്തപ്പെട്ടവൾ നീയാവുന്നു. വാഴ്ത്തപ്പെട്ടവനാവുന്നു. മറിയമേ തമ്പുരാന്റെ അമ്മേ, ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും നമ്മുടെ സമയത്ത് തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. പാറയ്ക്കുമോ കാരുണ്യവാനായ ദൈവമേ, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല നിമിഷങ്ങൾക്കായിട്ട് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. എൻ മനമേ പോവേ വാഴ്ത്തുക, എൻ്റെ സർവാന്തരംഗവും അവൻ്റെ വിശുദ്ധ നാമത്തെ വാഴ്ത്തുക. അവൻ്റെ ഉപകാരങ്ങളൊന്നും മറക്കുക. തമ്പുരാനെ, നന്ദി നിറഞ്ഞ ഹൃദയത്തോടു കൂടെ നിന്റെ തിരുസന്നിധിയിലായിരിക്കുവാൻ തക്കവണ്ണം അവിടുന്ന് ഇതിൻ്റെ മക്കൾക്ക് നൽകുന്ന എല്ലാ കൃപകൾക്കുമായിട്ട് നിന്നെ സ്തുതിക്കുന്നു. കർത്താവെ, ഇന്ന് വിവാഹ നിശ്ചയത്തിലൂടെ കുടുംബജീവിതത്തിലേക്ക് പ്രവേശിക്കുവാൻ തക്കവണ്ണം ഒരുക്കപ്പെട്ടിരിക്കുന്നതായ ഈ പ്രിയ മക്കളെ പ്രത്യേകമായി നിന്റെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. തമ്പുരാനെ, നിന്റെ സാക്ഷ്യമുള്ളതായ ഒരു കുടുംബജീവിതത്തിലേക്ക് പ്രവേശിക്കുവാൻ തക്കവണ്ണം ഈ പ്രിയ മക്കൾക്ക് അവിടുന്ന് എല്ലാവിധമായ കൃപകളും നൽകുമാറാകണമേ. ആദിയിൽ മനുഷ്യനെ ആണും പെണ്ണുമായി സൃഷ്ടിക്കുകയും കുടുംബജീവിതത്തിന്റെ പവിത്രതയിലേക്ക് അവരെ ആനയിക്കുകയും ചെയ്തവനായ ദൈവം തമ്പുരാനെ, അനുഗ്രഹീതമായ ഒരു കുടുംബജീവിതത്തിലേക്ക് പ്രവേശിക്കുവാൻ തക്കവണ്ണം ഈ പ്രിയ മക്കളെയും അവിടുന്ന് ഒരുക്കുമാറാകണമേ. ഇവരുടെ ജനനം മുതൽ ഈ നിമിഷം വരെയും അവിടുന്ന് ചൊരിഞ്ഞു നൽകുന്ന എല്ലാ കൃപകൾക്കുമായിട്ട് നന്ദിയോടെ നിന്നെ ഞങ്ങൾ സ്തുതിക്കുന്നു. തമ്പുരാനെ, അവരുടെ വളർച്ചയിലൊക്കെയും അവിടുന്ന് കൂടെയിരുന്നു. പഠനമൊക്കെയും പൂർത്തിയാക്കുവാനും അവരുടെ ജീവിതത്തെ കരുപിടിപ്പിക്കുവാനും തക്കവണ്ണം അവിടുന്ന് നൽകിയ എല്ലാ കൃപകൾക്കുമായിട്ട് സ്തുതിക്കുന്നു. ഇപ്പോഴൊരു കുടുംബജീവിതത്തിലേക്ക് പ്രവേശിക്കുവാൻ തക്കവണ്ണം ഈ പ്രിയ മക്കളെ അവിടുന്ന് ഒരുക്കുന്നതിനായിട്ട് നിന്നെ സ്തോത്രം ചെയ്യുന്നു. തമ്പുരാനെ, അനുഗ്രഹീതമായ ഒരു ജീവിതം മുന്നോട്ട് ജീവിക്കുവാൻ തക്കവണ്ണം ഈ പ്രിയ മക്കൾക്ക് സ്വർഗീയമായ എല്ലാ നന്മകളെ അവിടുന്ന് പ്രദാനം ചെയ്യുമാറാകണമേ. സ്വർഗീയ മണവാളനായുള്ളവേ, അവിടുന്ന് നിന്റെ സഭയെ സ്നേഹിക്കുകയും സഭയ്ക്ക് വേണ്ടി ജീവനെ അർപ്പിക്കുകയും ത്യാഗങ്ങൾ സഹിക്കുകയും ഒക്കെ ചെയ്തതുപോലെ അനുഗ്രഹീതമായ കുടുംബജീവിതത്തിലൂടെ പരസ്പരം ഭാരങ്ങളെ വഹിക്കുവാനും പരസ്പരം മനസ്സിലാക്കുവാനും സ്നേഹിക്കുവാനും അനുഗ്രഹീതമായി ജീവിക്കുവാനും തക്കവണ്ണം ഈ പ്രിയ മക്കൾക്കും എല്ലാ കൃപകളെ അവിടുന്ന് നൽകുമാറാകണമേ. ഇസഹാക്കിന് തക്കതായ തുണയെ കണ്ടെത്തുവാൻ തക്കവണ്ണം അവരോട് കൂടെയിരുന്ന് അവരെ വഴി നടത്തുകയും അവരുടെ വിവാഹത്തെ വാഴ്ത്തി അനുഗ്രഹിക്കുകയും ചെയ്തവനായ ദൈവം തമ്പുരാനെ, അനുഗ്രഹീതമായ വിവാഹ ജീവിതത്തിലൂടെ ഈ പ്രിയ മക്കളും പരസ്പരം സംയോജിപ്പിക്കപ്പെടുവാനും സാക്ഷ്യമുള്ളതായ ഒരു ക്രിസ്തീയ കുടുംബജീവിതം നയിക്കുവാനും തക്കവണ്ണം ഈ പ്രിയ മക്കൾക്ക് അവിടുന്ന് എല്ലാ നന്മകളെയും നൽകുമാറാകണമേ. കർത്താവെ, ഈ വിവാഹ നിശ്ചയത്തിൻ്റെ ഈ ശുശ്രൂഷയിലൂടെ എടുത്തിരിക്കുന്നതായ നല്ല തീരുമാനങ്ങൾ
അത് നിന്നിൽ ആശ്രയിച്ചുകൊണ്ട് പൂർത്തീകരിക്കപ്പെടുവാൻ തക്കവണ്ണം അവിടുന്ന് നിന്റെ സാന്നിധ്യം നിന്റെ മക്കളോട് കൂടെ ഇരുന്ന് വഴി നടത്തുമാറാകണമേ. ഇവരുടെ വിവാഹ കൂദാശി അവിടുന്ന് വാഴ്ത്തി അനുഗ്രഹിക്കണമേ. എടുത്തിരിക്കുന്ന തീരുമാനങ്ങൾ പ്രകാരം എല്ലാം യഥാസമയം പൂർത്തീകരിക്കപ്പെടുവാൻ തക്കവണ്ണം തമ്പുരാനെ നീ കൂടെ ഇരുന്ന് വഴി നടത്തുമാറാകണമേ. കാനായിലെ കല്യാണ വിരുന്നിൽ ആ ഭവനത്തോട് കൂടെ ഇരുന്ന് അതിൻ്റെ കുറവുകളെ തീർത്തവനായ ദൈവം തമ്പുരാനെ, ഈ വിവാഹ സംബന്ധമായുള്ള ഒരുക്കങ്ങളിൽ മാനുഷികമായ എന്തെങ്കിലും കുറവുകൾ വന്നു പോയിട്ടുണ്ടെങ്കിൽ കർത്താവെ നിന്റെ തിരുസാന്നിധ്യത്താൽ അതൊക്കെയും മായിച്ച് നിറവിൻ്റെ അനുഭവമാക്കി അവിടുന്ന് മാറ്റി തീർക്കുമാറാകണമേ. തുടർന്നുള്ളതായ എല്ലാ ശുശ്രൂഷകളിലും ചടങ്ങുകളിലും ഒക്കെ തമ്പുരാനെ നിന്റെ സാന്നിധ്യം ഉണ്ടാകണമേ. പ്രത്യേകിച്ച് ഈ പ്രിയ മക്കളുടെ മാതാപിതാക്കളെയും സഹോദരങ്ങളെയും ഒക്കെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഈ വിവാഹ ജീവിതത്തിലൂടെ കൂദാശയിലൂടെ ഇരു കുടുംബങ്ങളും പരസ്പരം സംയോജിപ്പിക്കപ്പെടുവാൻ തക്കവണ്ണം അവിടുന്ന് ഇടയാകണമേ. ഇതിനുള്ള സ്നേഹബന്ധത്തിൽ കൂടി വരുവാൻ തക്കവണ്ണം അവിടുന്ന് ഇടയാക്കണമേ. ഈ പ്രിയ മക്കളുടെ അനുഗ്രഹീതമായ ജീവിതം കണ്ട് സന്തോഷിക്കുവാൻ തക്കവണ്ണം ഈ പ്രിയ മാതാപിതാക്കൾക്കും സഹോദരങ്ങൾക്കും ബന്ധുമിത്രാദികൾക്കും ഒക്കെ അവിടുന്ന് ഇടയാക്കണമേ. ഈ ശുശ്രൂഷയിൽ സംബന്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെ അവിടുന്ന് വാഴ്ത്തി അനുഗ്രഹിക്കുമാറാകണമേ. മക്കളുടെ യാത്രകളിലൊക്കെ അവിടുന്ന് കൂടെ ഇരിക്കണമേ. ഇവിടെ നടക്കുന്നതായ സൽക്കാരങ്ങളും തമ്പുരാനെ നിന്റെ തിരുസാന്നിധ്യവും നടത്തിപ്പും ഉണ്ടാകണമേ. എല്ലാം അനുഗ്രഹപൂർണ്ണമായി പൂർത്തീകരിക്കപ്പെടുവാൻ തക്കവണ്ണം അവിടുന്ന് ഇടയാക്കണമേ. ഈ പ്രിയ മക്കളുടെ വാങ്ങിപ്പോയവരെയൊക്കെ തമ്പുരാനെ അവസരത്തിൽ പ്രത്യേകമായിട്ട് ഓർക്കുന്നു. അവരുടെയൊക്കെയും പ്രാർത്ഥനകൾ ഈ പ്രിയ മക്കളുടെ മുന്നോട്ടുള്ളതായ ജീവിതത്തിന് അനുഗ്രഹമായി തീരുവാൻ തക്കവണ്ണം അവിടുന്ന് ഇടയാക്കണമേ. ആയത് പരിശുദ്ധ ദൈവമാതാവിൻ്റെയും പരിശുദ്ധ മാർത്തോമാ ശ്ലീഹായുടെയും പരിശുദ്ധ ഗീവർഗീസ് സഹദായുടെയും പരിശുദ്ധ പരിമല തിരുമേനിയുടെയും വട്ടശ്ശേരി തിരുമേനിയുടെയും മധ്യസ്ഥതയും ഞങ്ങൾ അഭയം പ്രാപിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ആയത് പിതാവാം ദൈവത്തിൻ്റെയും പരിശുദ്ധ റൂഹായുടെയും ഏകജാതനായ പുത്രൻ്റെയും കൃപയാൽ തന്നെ സ്തുതി ദൈവത്തിനുയരത്തിൽ തന്മാതാവിനുന്നതിയുടെ സഹദേനാകും കരുണയുണ്ടാകാം. ഭക്തർ പുകഴ്ച ഭാജനമേ ഞങ്ങളിൽ അലിവാന്തൻ ഭക്തരപേക്ഷയണക്കേണം. മോറാനീശോ കുരിശും നെൽ മാതൃജനത്തിൻ പ്രാർത്ഥനയും അടികളെന്തൻ കോപത്തിൽ കളികളെയും ഒരുപോലെങ്കിലും മേലും നിന്നോർമ്മേ നിൻ പ്രാർത്ഥന പരിശുദ്ധന്മാരെ നിങ്ങൾ അടികളെയും തൻ കോപത്തിൻ പടികളെയും ദൈവത്തിന്റെ സ്നേഹവും ഏകജാതനായ പുത്രന്റെ കൃപയും ആശ്വസിപ്പിക്കുന്ന റൂഹായുടെ സംബന്ധവും സഹവാസവും വിവാഹ ഉടമ്പടിയിലേക്ക് പ്രവേശിച്ചിരിക്കുന്ന ഇതിൻ്റെ മക്കളുടെ മേലും അവരുടെ മാതാപിതാക്കളുടെ മേലും ഗുരുക്കന്മാരുടെ മേലും വാർദ്ധക്യത്തിലായിരിക്കുന്നവരുടെ മേലും സന്നിഹിതരായിരിക്കുന്ന അഭിഷിക്തന്മാരുടെ മേലും സന്നിഹിതരായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരുടെ മേലും ഞങ്ങളുടെ വാങ്ങിയ ദൈവസന്നദ്ധയെ വിശ്രമിക്കുന്ന ആത്മാക്കളുടെ മേലും ഇപ്പോഴും എപ്പോഴും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. വൈദികനോടുള്ള പ്രത്യേകമായിട്ടുള്ള നന്ദി ഈ ഒരു നിമിഷത്തിൽ അറിയിക്കുകയാണ്. ഇപ്പം നമ്മൾ എല്ലാവർക്കും ഇരിക്കാം. താങ്ക് യു. ഇപ്പം നമ്മൾ ഒഫീഷ്യലായിട്ട് കുറി കൈമാറൽ ചടങ്ങിലേക്ക് കടക്കുകയാണ്. നല്ല കൈയടിയാവാം എല്ലാവരും ചേർന്നിട്ട്. നമ്മളെല്ലാവരും അംഗീകരിക്കുന്നു എന്നുള്ളതിൻ്റെ ഒരു സൂചനയാണ് ഈ ഒരു നല്ല കൈയടി. Under my skin there's nothing new. You know my blood bleeds the same as you. Like the ocean rocks a small canoe. I'm trying. I know you love making plans and going out with all your friends. If you found a way to squeeze me in, I'd like it. Whoa, I'm begging, can you make some time for me? Oh, I wanna see you come on over just for one night. Maybe stay for a lifetime. We'll see how far it goes. Oh, I said I wanna see you. We might run into a stop sign. We might hit all of the green lights. Who knows, who knows, who knows? Tell me, do you like big talkers or the ones that come on softer? How about someone that falls in between? Makes you laugh when those jokes land and keeps you out
to the stop sign. We might hit all of the green lights. Who knows, who knows, who knows? നിങ്ങളുടെ അടുത്ത് ചോദിക്കുന്നതിന് മുന്നേ ഞാൻ അഖിയോട് ചോദിക്കട്ടെ. അഖി, ഷൂ ഗെയിം എന്താണെന്നറിയാമോ? ഹീസ് ലൈക്ക് എനിക്കൊരു ഐഡിയ ഇല്ല. ആൻഡ് ടീന മോളെ, ഡു യു ഹാവ് എനി ഐഡിയ ഷൂ ഗെയിം എന്നാന്ന്? ഷീസ് ലൈക്ക് ഐ ആം ഓൾ സെറ്റ്. ഞാൻ ഈ ഗെയിം കളിക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുമായിരുന്നു. സോ ഗൈസ്, ഷൂ ഗെയിം എന്താണെന്ന് ഞാനിപ്പോൾ ഒന്ന് ബ്രീഫ് ചെയ്യാമേ. അതായത് എത്ര വർഷമായിട്ട് അറിയാം ടീന? 2 years, ഓൾമോസ്റ്റ് 2 years. അപ്പോൾ ഈ 2 വർഷത്തിൽ എത്ര നന്നായിട്ട് നിങ്ങൾക്ക് പരസ്പരം അറിയാം എന്നുള്ളത് നമ്മളെല്ലാവരും ഇപ്പോൾ ഒന്ന് അറിയാൻ പോവാണ്. റെഡി? സോ ഇൻസ്റ്റെഡ് ഓഫ് ഷൂസ്, നമ്മൾ പാവങ്ങളെ കഷ്ടപ്പാടല്ലേ ഷൂ ഒക്കെ അഴിക്കണ്ടേ, ഹീൽസ് ഒക്കെ അഴിക്കണ്ടേ എന്ന് വെച്ചിട്ട് നമ്മളിപ്പോൾ ഇവർക്ക് ഫ്ലവേഴ്സ് ആണ് കൊടുക്കുന്നത്. ആൻഡ് ദിസ് പിങ്ക് ഫ്ലവർ ഈസ് ഫോർ ടീന, ദിസ് യെല്ലോ ഫോർ അഖി. ഓക്കെ? യാ, പിങ്ക് ടീനയുടേതാണ്, യെല്ലോ അഖിയുടേതാണ്. സോ ഞാനിപ്പോൾ കുറച്ച് ചോദ്യങ്ങൾ പ്രിപ്പയർ ചെയ്തുകൊണ്ട് വന്നിട്ടുണ്ട്. അതിന് മുൻപായിട്ട് ഒരു കാര്യം കൂടി പറയാണ്. എന്നേക്കാൾ നന്നായിട്ട് ഇവർ രണ്ടുപേരെയും അറിയുന്നത് എൻ്റെ മുന്നിലിരിക്കുന്ന നിങ്ങൾക്കാണ്. റൈറ്റ്? ആണോ? ആണോ? അഖിയുടെ ഫാമിലി മെമ്പേഴ്സ് എവിടെ? ഒന്ന് കൈ പൊക്കിക്കേ നോക്കട്ടെ. എന്നെ എല്ലാവരും ഭയങ്കര മിണ്ടാതിരിക്കുന്നത്. അഖിയെ നന്നായിട്ട് അറിയാം എന്നേക്കാളും എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഒരു നല്ല കൈയടി തന്നെ നോക്കട്ടെ. ഇത്ര നന്നായിട്ട് കൈയടിക്കാൻ അറിഞ്ഞിട്ടാണോ അനങ്ങാതെ പൂച്ചകളെ പോലെ ഇരിക്കുന്നത്? ഈ ഒരു ഹാഫ് ആൻ അവർ ഇനി കംപ്ലീറ്റ് ജിൽജില്ലായിരിക്കും കേട്ടോ. നല്ല അടിപൊളിയായിട്ട് ഇരിക്കണം. ഓക്കെ? ആൻഡ് യു റെഡി? ഷീസ് ഓൾ സെറ്റ്. ഓൾ റൈറ്റ്. സോ ടീനയുടെ ഫാമിലി മെമ്പേഴ്സ് എത്ര പേരുണ്ട് ഇവിടെ? അയ്യോ, വിരലിൽ കുറച്ചെണ്ണാവുന്ന തരുള്ളല്ലോ. നിങ്ങളുടെ ആൾബലം എവിടെ? സോ നമ്മൾ കുറച്ചേ ഉള്ളെങ്കിലും നല്ല ശക്തിയാണെന്ന് കാണിക്കാൻ വേണ്ടി ഒരു നല്ല കൈയ്യടി തന്നെ നോക്കട്ടെ. പിന്നെ യെസ്. സോ ഞാൻ പ്രിപ്പയർ ചെയ്തുകൊണ്ട് വന്ന കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കാൻ പോവാം. ഓക്കെ? ഇത് കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ ഇതിനിടയിലാണെങ്കിലും നിങ്ങൾക്ക് ചോദിക്കണമെന്ന് എന്തെങ്കിലും മനസ്സിൽ തോന്നുകയാണെങ്കിൽ ജസ്റ്റ് റേസ് യുവർ ഹാൻഡ്സ്. ഓക്കെ? ഫീൽ ഫ്രീ ടു ആസ്ക് ക്വസ്റ്റ്യൻസ് ബിക്കോസ് ദ സ്റ്റേജ് ഈസ് ഓൾ യുവേഴ്സ്. ഓക്കെ? സോ ഞാൻ എൻ്റെ ചോദ്യങ്ങളിലേക്ക് കടക്കുകയാണ്. ആർ യു ഗൈസ് റെഡി? അഖി മോനെ, ഹലോ. അഖി ഈസ് ലൈക്ക് ആസ്കിങ് ക്വസ്റ്റ്യൻസ് ടു പപ്പ. എന്നാ ചോദിച്ചേ ഇപ്പോൾ? ഹീസ് ലൈക്ക് ഞാനൊന്നും സംസാരിക്കണ്ട, ഐ കോണ്ടാക്റ്റിലൂടെയാണല്ലോ. ഓൾറൈറ്റ്, റെഡിയാണോ? ചോദിക്കട്ടെ. എൻ്റെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഇതിനകത്ത് ഞാൻ ചോദിക്കുന്നതിൻ്റെ ആൻസർ ടീനയായിട്ട് തോന്നുകയാണെങ്കിൽ ഏത് ഫ്ലവർ ആയിരിക്കും പൊക്കുക? യെസ്. ആൻഡ് അഖി ആണെങ്കിൽ യെല്ലോ. Got it? Perfect. So my first question is, all right, ഇതിൻ്റെ ആൻസർ നിങ്ങൾക്ക് എത്ര പേർക്ക് അറിയാം എന്നുള്ളത് എനിക്കറിയില്ല. ഇതിൻ്റെ ആൻസർ എനിക്കറിയില്ല. സോ I'm gonna ask this question. Okay. Who said, എന്തായിരിക്കും എൻ്റെ ക്വസ്റ്റ്യൻ? Exactly. Who said I love you first? എനിക്ക് നിന്നെ ഇഷ്ടമാണ് ആരും ആദ്യം പറഞ്ഞേ? Yes, and the answer is pink flower. ആരുടെയാ? ടീന കുറിച്ച് അതിന്റെ ആൻസർ. അപ്പോൾ നല്ല കൈയ്യടി തന്നെ. ആദ്യത്തെ ചോദ്യത്തിന് കറക്റ്റ് ആൻസർ പറഞ്ഞിരിക്കുകയാണ്. എക്സാം ഹാളല്ല, തിരിഞ്ഞു നോക്കരുത്. ഓക്കെ? ആൻഡ് ദ സെക്കൻഡ് ക്വസ്റ്റ്യൻ ഈസ്, who gives better surprises? പെട്ടെന്ന് ഒരു സർപ്രൈസ് ഒക്കെ കൊടുക്കാൻ ഏറ്റവും മിടുക്കനാണോ മിടുക്കിയാണോ? ആരാണ്? ഓക്കെ, ഫൈൻ, കൂൾ. ഏറ്റവും ലാസ്റ്റ് കൊടുത്ത സർപ്രൈസ് എന്താണെന്ന് ഞാൻ ചോദിക്കണോ വേണ്ടയോ? വേണ്ട, അത് വേണ്ട. ആൻഡ് തേർഡ് ക്വസ്റ്റ്യൻ ഈസ്, ഓക്കെ, ഈ ഞാൻ കേട്ടിട്ടുണ്ട് ഈ കപ്പിൾസ് തമ്മിൽ ഏറ്റവും കൂടുതൽ തല്ല് പിടിക്കാൻ സാധ്യതയുള്ളത് ഈ ആനിവേഴ്സറി ഡേറ്റ്, ബർത്ത്ഡേ ഒക്കെ മറന്നു പോകുന്നതിലാണെന്ന്. ഓക്കെ? സോ മൈ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ്, ഹു റിമെമ്പേഴ്സ് ഇമ്പോർട്ടൻറ്റ് ഡേറ്റ്സ് ബെറ്റർ? 2 പേരിൽ ആരാണ് ഡേറ്റ്സ് വലിയ കുഴപ്പമില്ലാതെയൊക്കെ ഓർത്തിരിക്കുന്നത്?
യെസ്, ടീന ആ ക്രെഡിറ്റ് എടുത്തിരിക്കുകയാണ്. ആൻഡ് 3 ചോദ്യങ്ങൾ ചോദിച്ചാൽ 3ലും കറക്റ്റ് ആയിട്ട് ഉത്തരം പറഞ്ഞവരങ്ങനെ ഗംഭീരമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ആൻഡ് ദ ഫോർത്ത് ക്വസ്റ്റ്യൻ ഈസ്, ഓക്കെ, ഫൈറ്റ് ഉണ്ടാക്കാറുണ്ടോ? അടി ഉണ്ടാക്കാറുണ്ടോ? ലൈക്ക് അടി ഉണ്ടാക്കണമെങ്കിൽ ടീന വാ തുറക്കണമല്ലോ. ടീന വാ തുറക്കാറേ ഇല്ല. അങ്ങനെയാണോ? ആണോ ടീന? ആണ്. ഓൾറൈറ്റ്. ഇനി ഇൻ കേസ് വഴക്കുണ്ടായാൽ who tests or calls first after a fight? ഇപ്പോഴും ഞങ്ങളുടെ കൊച്ചാണോ വന്ന് സോറി പറയുന്നത്? കഷ്ടമുണ്ട് കേട്ടോ ടീന. ഇടയ്ക്കൊക്കെ ഒരു സോറി തിരിച്ചു ആവാം അല്ലേ? അല്ല അങ്ങനെയില്ല, കുഴപ്പമൊന്നുമില്ല. Alright, and the next question is, who gives the best hug? Who gives the best hug? രണ്ടുപേരും തോന്നിക്കഴിഞ്ഞാൽ you can raise both the hands. Alright, neutral ആയിട്ടുള്ള ആൻസേഴ്സ് ആണ് കേട്ടോ. And who is the drama king or queen? കുറച്ചധികം തിരിഞ്ഞു നോക്കരുത്. ഇനി അഖിനെ ഞാൻ അപ്പുറം കൊണ്ട് എന്തിട്ട് ഗെയിം കളിപ്പിക്കും കേട്ടോ. അയ്യോ, നിങ്ങൾ കണ്ടായിരുന്നോ അഖി തിരിഞ്ഞു? അച്ഛൻ കള്ളം പറയത്തില്ലെന്ന് എനിക്ക് ഉറപ്പാണ്. കണ്ടായിരുന്നോ തിരിഞ്ഞു നോക്കുന്നത്? അവൻ അറ്റംപ്റ്റ് ചെയ്തു, പക്ഷെ ഫെയിൽ ആയിപ്പോയി. Alright, and the next question is, ഡ്രൈവ് ചെയ്യോ രണ്ടുപേരും? ഡ്രൈവ് ചെയ്യും. Who is the better driver? Okay, without any doubt and hesitation, that is Akhi. And who is more organized? Obviously. Who gives better compliments? നീ സുന്ദരനായിട്ടുണ്ട്, നീ സുന്ദരിയായിട്ടുണ്ട്, നന്നായിട്ടുണ്ട് എന്നൊക്കെ പറയാറുള്ളത് ആരായി ഇടയ്ക്ക്? അത് ചെറിയൊരു സംശയമുണ്ടല്ലേ? And the next question is, അവിടെ പാളിപ്പോയേനെ, പക്ഷേ നമ്മൾ നൈസായിട്ട് തിരിച്ചു പിടിച്ചു. അഖി, ഈ ഗെയിമിൽ ഞാൻ വിട്ടുതരില്ല മോളെ എന്നും പറഞ്ഞ് നിൽക്കുകയാണ് കേട്ടോ അഖി. അങ്ങനെയാണെങ്കിൽ മൈ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ്, ഹൂ ഈസ് മോർ ലൈക്ലി ടു ബി ലേറ്റ് ഫോർ ആൻ ഇവന്റ്? ഇവന്റോ? എന്തിനാണ് വയസ്സോ? അതെന്ത് രണ്ടുപേരും ലൈക്ക് ലേറ്റ് ആവാൻ വേണ്ടി ലേറ്റ് ആവുന്നതാണോ, അതോ മേക്കപ്പ് ഒക്കെ ചെയ്ത് ഡ്രസ്സൊക്കെ ചെയ്ത് ഇറങ്ങുമ്പോൾ ലേറ്റ് ആവുന്നതാണോ? അങ്ങനെയാണ്. ഇപ്പൊ 10 സിനിമയ്ക്ക് പോകുമ്പോഴോ, ഫസ്റ്റ് ഏതെങ്കിലും സിനിമയുടെ ആദ്യത്തെ പാട്ട്, ആദ്യത്തെ 5 മിനിറ്റ് കണ്ടിട്ടുണ്ടോ? അതിന് മാത്രമാക്കി കറക്റ്റ് സമയത്ത് എത്തുന്നത്. ഓൾറൈറ്റ്, ആൻഡ് ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ്, ഹൂ ഹാസ് എ ലൗഡർ ലവ്? ഭയങ്കര പൊട്ടിച്ചിരിക്കുന്നത് രണ്ട് പേരിൽ ചീനയാണ്. ഓൾറൈറ്റ്, ഇനിയും എൻ്റെ കയ്യിൽ കുറച്ചുകൂടി ചോദ്യങ്ങളുണ്ട്. ബട്ട് ഇവിടെ ഇരിക്കുന്ന നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ഫ്രണ്ട്സ് ഉണ്ടല്ലേ? രണ്ടുപേരുടെ ഫ്രണ്ട്സ് ഉണ്ടോ ഇവിടെ? ചീനയുടെ ഫ്രണ്ട്സ് ഉണ്ടോ? കസിൻസ് ഉണ്ടോ? ടാറ്റ തരാനല്ല. എനി ക്വസ്റ്റ്യൻസ് എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? പെട്ടെന്ന് ഷൂട്ട് ചെയ്യാൻ പറഞ്ഞ എനി ക്വസ്റ്റ്യൻസ്? Wonderful. Thank you for the question. Who is the better cook? Oh yeah, yes. Tina cook ചെയ്യുന്നതിൽ ഏറ്റവും ഇഷ്ടമുള്ളത് anything? ഞാൻ പറയുന്നതിനെക്കാട്ടി നല്ലതാക്കി പറഞ്ഞു കേൾക്കുന്നതല്ലേ? യെസ് അഖി, ഒന്ന് ഉറക്കെ പറയാമോ? ഇതിനോട് ഒരു സ്പെഷ്യൽ ഒരു പുളിശ്ശേരി ഉണ്ട്, മോരുകറി പോലത്തെ സാധനമുണ്ട്, അതാണ്. മോരുകറി പോലത്തെ ഒരു സാധനം ഇതുവരെ അത് ഫൈൻഡ് ഔട്ട് ചെയ്തിട്ടില്ല. അതെന്നതാണ്? ഇനി അത് ഫൈൻഡ് ഔട്ട് ചെയ്യാനുള്ള സമയം കിടക്കുമല്ലേ ഇത്? റൈറ്റ്. ആൻഡ് താങ്ക് യു സോ മച്ച്. ആൻഡ് ഐ ഹോപ്പ് യു ഓൾ എൻജോയ്ഡ് ഇറ്റ്. ഐ ഹോപ്പ് യു ഗൈസ് എൻജോയ്ഡ് ഇറ്റ്. താങ്ക് യു സോ മച്ച്. ഇപ്പോൾ ഇവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു കുട്ടി ഗെയിമാണ് കഴിഞ്ഞിട്ടുള്ളത്. ഇനി ഈ കൈയടിച്ച നിങ്ങൾക്കുള്ള ഗെയിമിനുള്ള സമയമാണ്. ഗൈസ് എഴുന്നേറ്റോ? കഴിഞ്ഞു. ആദ്യത്തെ പരീക്ഷണത്തിൽ സക്സസ്ഫുള്ളി കംപ്ലീറ്റഡ് ആയിരിക്കുകയാണ്. താങ്ക് യു സോ മച്ച്. ഞാൻ ഒരു 7-10 ക്വസ്റ്റ്യൻസ് ചോദിച്ചു എന്നാണ് വിചാരിക്കുന്നത്. റൈറ്റ്, അതിനകത്ത് ഒരെണ്ണം പോലും തെറ്റിയിട്ടില്ല കേട്ടോ. ഒരു ചോദ്യത്തിൽ പോലും ആൻസർ തെറ്റിയിട്ടില്ല. ഒരെണ്ണം തെറ്റിയേനെ, പക്ഷേ യു പ്ലേഡ് റിയലി വെൽ. അവൻ ഒരെണ്ണം തെറ്റിപ്പൊക്കി, അതിനുശേഷം ഇനി ഇത് തെറ്റിയാലോ എന്നുള്ള സംശയത്തിൽ മറ്റേ കൈ കൂടെ പൊക്കിയത് കൊണ്ട് നൈസായിട്ട് രക്ഷപ്പെട്ടു. താങ്ക് യു സോ മച്ച് ഗൈസ്. കുറച്ച് നേരം നിന്ന് കഷ്ടപ്പെട്ടതുകൊണ്ട് ഇനി ഇരിക്കാം. നിങ്ങളെ ആരെയും നമുക്ക് എല്ലാവർക്കും പരിചയമില്ലാത്തത് കൊണ്ട് പേരൊന്ന് പറയാം.
close friend of Tina. Done. Varsha, Aishwarya, Nitin, Soumya, Akash, Vishnu, Alvin, Kevin, Isha, Dr. Aishwarya, Bindu auntie, Bindu Chichi. Auntie കുറച്ച് കൂടുതലല്ലേ? Chichi is fine. All right. So guys, നമ്മൾ 1 മുതൽ 9 വരെ എണ്ണാൻ പോവാം. അപ്പോൾ we will start with yes, hello അനുരാധ ചേച്ചി. നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കുവായിരുന്നു. അപ്പോൾ 1 മുതൽ 9 വരെ ഒന്ന് മലയാളത്തിൽ പെട്ടെന്ന് കൗണ്ട് ചെയ്യോ? ഒറ്റ സ്ട്രെച്ചിൽ 1 മുതൽ 9 വരെ. Super. All right, Dr. Aishwarya, right? Yes, super. So, Englishil on the way 1 to 9 on the count cheyava. 1 to 9. Oh my god. Thank you so much. Itra speed la. All right. So good. Ini നമ്മൾ ഈ വെറുതെ എണ്ണി പോകുന്നതിൽ രസമില്ലാത്തത് കൊണ്ട് ചെറിയൊരു ട്വിസ്റ്റ് കൊടുക്കാൻ പോവാണ്. അതായത് സാധാരണ എണ്ണുന്ന പോലെ അല്ലാതെ ഒരു കുട്ടി ട്വിസ്റ്റ്. 1 കഴിഞ്ഞാൽ 2 ആണ്, 2 കഴിഞ്ഞാൽ 3 ആണ്, 3 കഴിഞ്ഞാൽ 4 ആണ്, 4 കഴിഞ്ഞാൽ 5 ആണ്, 5 കഴിഞ്ഞാൽ 6 ആണ്, 6 കഴിഞ്ഞാൽ 7 ആണ്, 7 കഴിഞ്ഞാൽ 8 ആണ്, 8 കഴിഞ്ഞാൽ 9 ആണ്. വളരെ സിമ്പിൾ ആണ്. Got it? ഗെയിം മനസ്സിലായോ? You guys come. Sit. No, please. വളരെ സിമ്പിൾ ഗെയിമാണ്. ഗെയിം ഇഷ്ടമായോ? ഗെയിം ഇഷ്ടമാണെങ്കിൽ ഒരു നല്ല കൈയ്യടി തന്നെ നോക്കട്ടെ. ഒരു നല്ല കൈയ്യടി തന്നെ. യെസ്. സോ വിൽ സ്റ്റാർട്ട് വിത്ത് ഐശ്വര്യ. ഓൾറൈറ്റ്. സോ ഐശ്വര്യ, ഞാനിപ്പോൾ ഏതെങ്കിലും ഒരു നമ്പർ, ഓക്കെ, മലയാളത്തിൽ ചോദിച്ചാൽ നെക്സ്റ്റ് നമ്പർ ഇംഗ്ലീഷിലും, ഞാൻ ഇംഗ്ലീഷിൽ ചോദിച്ചാൽ നെക്സ്റ്റ് നമ്പർ മലയാളത്തിലും പറയണം. സിമ്പിളാണ്. റെഡി? അനുരാധ ചേച്ചി, ഗെയിം മനസ്സിലായോ? ഓൾ ഗുഡ്? ഓക്കെ. ഐശ്വര്യ റെഡി? 1 2 3 4 5 2 3 4. ചുണ്ടൊക്കെ വിറയ്ക്കുന്നുണ്ട് അമ്മേ. റൈറ്റ്. 1 2 3 5 6 2 4 6 എടാ മിടുക്ക, എന്നെ തെറ്റിച്ചേരേ ബാബ. നമ്മുടെ ഗെയിമിൽ നിന്ന് ആദ്യമായി ഔട്ട് ആയിരിക്കുകയാണ്. വാട്ട്സ് നെയിം പറയ്? Nitin. Yes, a big round of applause for Nitin. Thank you so very much, Nitin, for joining us. Thank you. And guys, ready? What's the name again? Soumya, ready? 1 2 3 4 5. അത്രേ ഉള്ളൂ. സിമ്പിൾ. ഞാൻ ഇതിനു വേണ്ടി കാത്തിരിക്കുകയായിരുന്നു എന്നൊക്കെ പറയുന്ന പോലെ. സൗമ്യ, നമ്മുടെ ഫസ്റ്റ് റൗണ്ട് തുടങ്ങിയിട്ടേ ഉള്ളൂ. അതിന് മുന്നേ തന്നെ 2 ചുണക്കുട്ടികളെ നമുക്ക് നഷ്ടമായിരിക്കുകയാണ്. ബട്ട് ദാറ്റ്സ് ഓക്കെ, ബിക്കോസ് നമുക്ക് അടുത്ത ഗെയിം വരുന്നുണ്ട്. നമ്മൾ പറയില്ലേ, നമ്മുടെ ലാലേട്ടൻ പറയുന്ന പോലെ രാവിലെ പാട്ട് മത്സരത്തിന് നമുക്ക് പിടിക്കണം. ഓക്കെ, റെഡി? ഹീസ് ലൈക്ക്, എന്നെ ഒഴിവാക്കിയിട്ട് ഇവനോട് ചോദിക്കാൻ പറ്റുമോ? അങ്ങനെ ഒഴിവാക്കലില്ല കേട്ടോ. റെഡിയാണോ? 1 3 എണ്ണി വരാനുള്ള സമയമല്ലയോ? 3 എന്തുവാടേ? 1 ഇല്ലല്ല, അത് നീ 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 നമ്പർ തെറ്റല്ലല്ലോ പറഞ്ഞത്. 1 3. This is gonna take a while. 1 2. നിന്നെ ജയിപ്പിക്കണം എന്ന് നീ വിചാരിക്കാതെ നടക്കൂല കേട്ടോ. ഞാൻ 2-3 ചാൻസ് കൊടുത്തു, എന്നിട്ടും തോറ്റു നിൽക്കുക. But that's okay. Thank you so much, bro. Thank you. All right. അപ്പോൾ നമുക്ക് 1 2 3 4 കഴിഞ്ഞ അടുത്ത പറ. 5 7 8. അപ്പോൾ എല്ലാം പറഞ്ഞു. ശരി, കാണാം. All right. Thank you so very much, brother. Thank you. ആണോ ഐശ്വര്യ? അപ്പം നമുക്ക് ഔട്ട് ആണ്ടേ? കുഴപ്പമില്ല, പ്രശ്നമില്ല. ഐശ്വര്യ റെഡി? 1 She's all right, but she's really good at it, right? A big round of applause for Aishwarya. Nalla kaiyidi thannelo. Yes, and guys, hello Varsha. How are you doing there? Good. All set? 1 2 4. ഞാൻ ഇങ്ങനെ മൈക്ക് വെക്കുമ്പോഴേ
തല ഇങ്ങനെ പുറകിലോട്ട് കൊണ്ടുപോയി കഴുത്ത് എന്തെങ്കിലും ഉളുക്കി കഴിഞ്ഞാൽ ഞാൻ ഉത്തരവാദി ആയിരിക്കില്ല എന്നുള്ളത് അറിയിച്ചുകൊണ്ട് നമ്മൾ തുടങ്ങുകയാണ്. വർഷ റെഡി? ഓക്കെ, 1 2 4 5 7 3 8 9 1 2 3 4 എണ്ണി വരുവാണ്. അപ്പൊ ഇനി നമുക്ക് കുറച്ച് ക്വിക്കായിട്ട് പോവാം. ഓക്കെ, 7 6 7 8 9 1 അല്ല 1 9 പറഞ്ഞു കഴിഞ്ഞാൽ യു ക്യാൻ സ്റ്റാർട്ട് ഫ്രം 1. ഓക്കെ, 2 3 4 5 6 7 8 2 3 4 5 5 അതെന്തായിരുന്നു അത്? 2. ഗൈസ്, ഞങ്ങൾ ഇത്രയും നേരം വെയിറ്റ് ചെയ്തത് ഈ 2-വിന് 3 പറയാൻ വേണ്ടിയായിരുന്നു. വാട്ട്സ് യുവർ നെയിം ബഡി? ലാലിനൊരു നല്ല കൈയടി കൊടുത്ത്. താങ്ക് യു സോ വെരി മച്ച് ബ്രദർ ഫോർ ജോയിനിങ് അസ്. താങ്ക് യു സോ മച്ച്. ആൻഡ് കെവിൻ കുട്ട, ഹലോ. നമുക്കിത് പോയി നോക്കാം. 1 2 3 4 5 7 8 3 അങ്ങനെയുണ്ടോ അല്ലേ പറഞ്ഞേ? 3 പറഞ്ഞല്ലോ. കെവിൻ പറഞ്ഞു എന്ന് എനിക്ക് തോന്നിയതാണോ? അല്ലേ? അത്രേ വന്നുള്ളൂ. ഓക്കെ, ഫൈൻ. മൈ ബാഡ്. ഓക്കെ, 2 3 4 5 7 8 3 4 5 7 8. ഞാൻ അടുത്ത് ചോദിക്കാൻ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ബട്ട് ദാറ്റ്സ് ഓക്കേ ഡാ, നീ പിടിച്ചു നിന്നല്ലോ. താങ്ക് യു സോ മച്ച്. നമ്മുടെ കെവിൻ കുട്ടിയോട് നല്ല കൈയ്യടി തന്നേ. താങ്ക് യു സോ മച്ച്. താങ്ക് യു ബ്രദർ. വാട്ട്സ് യുവർ നെയിം അഗൈൻ? ആൽവിൻ. റെഡി? 1 ഹലോ ഗായ്സ്, ടെൻഷൻ ആവുന്നത് കൊണ്ടിട്ടാണ്, ശരിക്കരുത്. ഇറ്റ്സ് ഓക്കെ ബ്രോ, നമുക്കൊന്നുകൂടി പോകാം. ഓക്കെ, 1 2 ഐ കോണ്ടാക്ട് ഒന്ന് മെയിൻറ്റെയിൻ ചെയ്യോ? ഈസ് ലൈക്ക് എൻ്റെ പൊന്നു മോളെ കഷ്ടപ്പെട്ടാണ് പറയണത്, ചതിക്കില്ലേ ഇത്. 1 2 3 അപ്പൊ ശരി എന്നാ. ഓൾറൈറ്റ്, ഈഷ റൈറ്റ്? ഹലോ, ടെൻഷൻ ഉണ്ടാവും ചെറുതായിട്ട്. ഓക്കെ, 1 ഇവൾക്ക് ടെൻഷൻ ഇല്ലാത്ത എന്തുകൊണ്ടാണെന്ന് എനിക്ക് എപ്പോഴാണ് മനസ്സിലായത്. എന്ത് ചോദിച്ചാലും മോളെ ഞാൻ അത് തന്നെ പറയുള്ളൂ. ബട്ട് ഈഷയ്ക്ക് ഒരു നല്ല കൈയ്യടി കൊടുത്ത്. താങ്ക് യു സോ മച്ച് ഈഷ. താങ്ക് യു. പ്രഷർ ആണോ? കസിൻസ് എല്ലാവരും ഔട്ടായി, അവസാനം ഞാൻ മാത്രമായി. അതുകൊണ്ടാണ് ഡോക്ടർ ഐശ്വര്യ ഒരു ചെറിയ സങ്കടം. ബട്ട് ഓൾറൈറ്റ്, നല്ലൊരു സപ്പോർട്ട് കൊടുത്തേ, നല്ലൊരു കൈയ്യടി കൊടുത്തേ. ഓൾറൈറ്റ്, റെഡി? 1 1 3 4 ഒരു സൗണ്ട് കേട്ട പോലെ. 4 1 3 yes, yeah, okay, fine. 3, all right. 1 4 But she did really good. Oh my God, what's her name? Sundari. Bindu Chichiki oru nalla kaiyadi koduthu varku kodi. You did really good. Thank you so much. And a special thank you. Why? Because Akida family ne vilichappo thane odi vanna oralanu keto. Thank you so much. Thank you. And Anuradha, beautiful name by the way. Yes, Anuradha ചേച്ചിനെ വിളിക്കണം ഞങ്ങൾ കുറച്ച് നേരമായിട്ട് പറയുന്നുണ്ടായിരുന്നു. യെസ്, ഞാൻ എന്നാ ചെയ്തു എന്നാണോ ചോദിക്കാനുള്ളത്. ഓൾറൈറ്റ്, അപ്പം നമുക്ക് തുടങ്ങാം. 1 2 3 4 3 5
5. ഞാൻ 3 ചോദിച്ചേ, അപ്പൊ 5 പറഞ്ഞേ. ഹലോ ബ്രോ. ഹലോ, കണ്ണാടി വെച്ച ആളുടെ പേരെന്തായിരുന്നു? മണിയൻ, മിസ്റ്റർ മണിയൻ. ജീവിച്ചു പോട്ടിടേ. Alright, 5, 6, 7. Scored! ചേച്ചി, നമുക്ക് അടുത്ത ഗെയിം വരുന്നുണ്ട്, അത് നമുക്ക് പിടിക്കണം. ഓക്കെ, താങ്ക് യു സോ മച്ച്. അപ്പോൾ തരുണി മണികൾ കുറച്ചൊന്ന് എടുത്ത് തന്നോളൂ. ഇതിൽ നിന്ന് ഡോക്ടർ ഐശ്വര്യ വർഷ. ഓൾറൈറ്റ്, വർഷം എടുക്കുന്നു, അല്ലെങ്കിൽ എനിക്ക് കൺഫ്യൂഷൻ ആവും. ഓക്കെ, സോ ഈ 2 ഐശ്വര്യ സ്ക്വയറിനും വർഷയ്ക്കുമായിട്ടൊരു നല്ല കൈയ്യടി തന്നെ. ഒരു നല്ല കൈയ്യടി തന്നെ. ഫുഡ് കഴിക്കുന്ന തിരക്കൊന്നും ഇല്ലാത്ത കൈകൾ ഫ്രീ ആയിട്ടുള്ളവർ. Can you all please give me a big round of applause? All right, so guys, 1, 2, 3, 4, 5, 6. ഞാൻ ഔട്ടായി. All right, but last roundൽ വന്ന സ്ഥിതിക്ക് പ്രോത്സാഹന സമ്മാനം ഉണ്ടാവും. ഒന്നുമില്ല. Thank you so much. ഐശ്വര്യ, ready? 1. പാട്ട് പാടണമെന്നാണോ പറഞ്ഞത്? ആണോ? നമുക്ക് അടുത്ത ഐറ്റം പാട്ടാണ്. ഓക്കെ, ആൾക്കുള്ള പണി വരുന്നതാണ്. 1, 2, 3. ഇനി നമുക്ക് ഇവർ രണ്ടുപേരും മത്സരമായിട്ട് നിൽക്കുമ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം. ഈ ആലോചിക്കാൻ സമയം കൂടുതൽ എടുക്കുന്നവരെ നമ്മൾ അങ്ങ് ഔട്ടാക്കാം കേട്ടോ. ഓക്കെ, നമ്മൾ ചോദിച്ചപ്പോൾ ട്യൂ പറഞ്ഞ് 3 എന്ന് പറയാൻ സമയം കൂടുതൽ എടുക്കുകയാണെങ്കിൽ യു വിൽ ബി ഔട്ട്, ബിക്കോസ് ഗെയിം തീർക്കണ്ടേ. ഓൾറൈറ്റ്, ലെറ്റ്സ് റെഡി. ഓഷ, ഐശ്വര്യ, റെഡി? കുറച്ച് ചേർന്ന് നിൽക്കോ. 1, 2, 3, 4, 5, 7, 8, 2, 3, 3, 4, 5, 6, 7, 6 കഴിഞ്ഞ 7. നീ കറക്റ്റാ പറഞ്ഞേ. എന്തിനാ നീ ടെൻഷൻ ആവുന്നേ? ഷീസിലേക്ക് എന്നെ ഒന്ന് ഔട്ടാക്കൂ. 1, 2, 3, 4, 6, 7, 8, 3, 5, 9, 5, 7, 2, 3, 4, 1, 2, 3, 4, 5. ഷീസ് ടെൻഷനായി പോയി. ഞാനിപ്പോൾ പറയാൻ പോകുന്ന കാര്യം ഒന്ന് റിപ്പീറ്റ് ചെയ്യാൻ നോക്കാമോ? ഓൾറൈറ്റ്, സോ ഞാൻ പറയാൻ പോകുന്നത് വളരെ സിമ്പിൾ ആണ്. റിപ്പീറ്റ് ആഫ്റ്റർ മീ. ഇത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. കേട്ടിട്ടുണ്ടെങ്കിൽ മിണ്ടാതിരിക്കുക, കേട്ടിട്ടില്ലെങ്കിൽ പറഞ്ഞു നോക്കാവുന്നതാണ്. ഓക്കെ, ഒരു കുളിയിലൊരു പുളകം. You know it, right? ഉണ്ണികളെ ഒരു കഥ പറയാം സിനിമ എന്ന് പറഞ്ഞ് അവിടെ ഇരുന്ന എക്സൈറ്റ്മെന്റ് കണ്ടപ്പോഴേ എനിക്ക് തോന്നി ചേച്ചിക്ക് അറിയാമായിരിക്കും. സോ ഇറ്റ്സ് ലൈക്ക് നമ്മൾ മലയാളത്തിൽ ഒരു ടങ് ട്വിസ്റ്റർ പോലെ ചെയ്യുന്നതാ, വിച്ച് ഇസ് വെരി ഈസി. കളകള മിളകും ഒരരുവേലകളിൽ ഒരു കുളിൽ ഒരു പുളകം. അറിയാം ചേച്ചി? ചെയ്യാറില്ലേ? 1, 2, 3 and okay, all right, thank you so much dear, thank you. And ഇനി ആരാ വരാൻ പോകുന്നത്? anyone? Kevin, come on. Oh, Kevin പാവം ട്ടോ, കഷ്ടപ്പെടുത്താതെ അവനെ. all right, so ഇനി നമ്മൾ അഖിയുടെയും ടീനയുടെയും ഫാമിലി മെമ്പേഴ്സിനെ വെച്ചിട്ടുള്ള ഒരു കുട്ടി ഗെയിമിലേക്ക് പോവാണ്. പ്രോപ്സ് ഗെയിമാണിത്. ഓക്കെ, ഇതിൽ നമ്മൾ കുറച്ച് പാട്ട് ഇവിടെ വെക്കും, പ്ലേ ചെയ്യും. ആ പാട്ടിൽ പറഞ്ഞിട്ടുള്ള പ്രോപ്സ് നിങ്ങളുടെ ഫ്രണ്ടിലെ ടേബിളിൽ നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുണ്ടാവും. ആ പാട്ടിൽ ഏത് പ്രോപ്പാണോ പറഞ്ഞിട്ടുള്ളത് അത് കറക്റ്റ് ആയിട്ട് അഖിയുടെ ടീമിൽ നിന്ന് ആളെടുത്താലും ചീനയുടെ ടീമിൽ നിന്ന് ആളെടുത്താലും ആരാണോ ആദ്യം എടുക്കുന്നത് that team will win. Got it? Thank you so much. So guys, ready? ഗെയിം എന്താണെന്ന് അറിയത്തില്ലല്ലോ, പിന്നെ എങ്ങനെ റെഡി ആവുന്നേ അല്ലേ? റെഡിയാണോ ചോദിച്ചോ? റെഡി.
സോ ഗെയിം എന്നാന്ന് പറയാൻ പോവാം. നമ്മൾ 6 പാട്ടുകൾ, ഓക്കെ? ഇത് 1-to-1 ഗെയിമാണേ. ഓക്കെ, ഇപ്പൊ ഇവിടുന്ന് ഒരാൾ കെവിൻ വരുവാണെങ്കിൽ ഇവിടുന്ന് ഒരാൾ വന്ന് ഇവിടെ നിൽക്കണം. എന്നിട്ട് നമ്മൾ ആ ഒരു പാട്ടിടും. ആ പാട്ടില് ഇതിനകത്ത് വെച്ചിട്ടുള്ള ഒരു പ്രോപ്പർട്ടി പറഞ്ഞിട്ടുണ്ടാവും. ഇപ്പൊ ഫോർ എക്സാമ്പിൾ, കാലാ ചഷ്മ സോങ് അല്ലേ, ഹിന്ദി സോങ്സ് ആയിരിക്കും കൂടുതൽ ഉണ്ടാവുക. പാടാണോ? ഒരു പാടില്ല. അനുരാധ ചേച്ചി ഈസ് ലൈക്ക് മോളെ പണ്ടത്തെ ഹിന്ദി വാദ്യായിരുന്നു. Alright, so ഹിന്ദി സോങ്സ് ആണ് നമ്മൾ സെലക്ട് ചെയ്തിട്ടുള്ളത്. ബിക്കോസ് മലയാളത്തിൽ ഈ പ്രോപ്പർട്ടീസ് വെച്ചിട്ടുള്ള കലാചഷ്മി ഇനി വെക്കണ്ട. ബിക്കോസ് ഞാനത് ഓൾറെഡി പറഞ്ഞു, നീ ഇവിടെ വെക്കാത്ത കൊണ്ട് ഇതില്ല എന്നോർത്ത് ഞാനത് എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞു. ഓക്കെ, സോ നമുക്ക് കാലാചഷ്മ പാട്ട് ഇടുവാണെങ്കിൽ കാലാചഷ്മ കറുത്ത കണ്ണാടി, ഓക്കെ, വന്നിട്ട് ഇവിടെ ഇരിക്കുന്നുണ്ടെങ്കിൽ ഏത് ടീമിൽ നിന്ന് ആര് വന്ന് നിൽക്കുന്നോ അവരാദ്യം ഇതെടുക്കുകയാണെങ്കിൽ സമ്മാനമൊന്നുമില്ല, വെറുതെ ഒരു സന്തോഷം. ഒരു കുഴപ്പമില്ല, പ്ലീസ്. പിന്നെന്താ, പാട്ട് അത്രയേ ഉള്ളൂ. Alright, guys, ready? Can we have the music, please? അത് ഫോണാണല്ലോ. ഹലോ, ഫോണല്ലേ? ഞാനും വിചാരിച്ചു അവര് പാട്ട് കുത്തിയത് മാറിപ്പോയി, റിങ് എങ്ങാണ്ട് വന്നത്, അത് തെറ്റിദ്ധരിപ്പിച്ചല്ലോ ഇല്ലേ? അനുരാധ ചേച്ചി അതുവരെ ഒറ്റ റിങ്ങേ ഉണ്ടായിരുന്നുള്ളൂ, എനിക്ക് മനസ്സിലായില്ല എന്ന് പറഞ്ഞോണ്ടിരുന്ന ആള് ഞാനത് പറഞ്ഞു കഴിഞ്ഞപ്പോ വളരെ കറക്റ്റാ നീ പറഞ്ഞിരുന്നത്. സോ ഇതാണ് ഗെയിം. മനസ്സിലായോ? അത് ട്രയലാന്ന് വെക്കാൻ പറ്റില്ല, കാരണം നമ്മുടെ കയ്യിൽ ആകെ കൂടെ 6 പാട്ടേ ഉള്ളൂ. Alright, മോനെ ആ പ്രോബ്ലം മാറ്റിക്കോ. 1, 2, 3 and എവിടെ പോവോ? പാട്ടൊന്ന് വെക്കോ. പാട്ടിന്റെ ഫസ്റ്റ് ലൈൻ എങ്കിലും കഴിഞ്ഞിട്ട് എടുക്കാവുള്ളൂ കേട്ടോ, നിങ്ങൾക്ക് മനസ്സിലായാൽ കൂടി. 1, 2, 3 and go. Okay. പാട്ട് പുതിയതാണല്ലേ, ഞാൻ കൊടുത്ത ലിസ്റ്റിലില്ലാത്ത പാട്ട്. പ്രോപ്സ് ഉള്ള പാട്ടിടവേ. അഗീടെ അച്ഛൻ നിനക്ക് ജയിക്കാൻ ഒരു ചാൻസ് ഇല്ല. Okay guys, बाजारी जब हुस्न दिखाने जाएगी, होश उड़ाने वाली शौक नजर के जो पेच लड़ाने जाएगी, रायबरेली में तो बीच बाजारी जब हुस्न दिखाने जाएगी, होश उड़ाने वाली നിങ്ങൾക്ക് മനസ്സിലായില്ലേ? എനിക്ക് മനസ്സിലായില്ല, ഞാൻ ചോദിച്ചിട്ടില്ലേ? से बच के रहना, गिर जाए तो फिर ना कहना झुमका गिरा रे. What Chunga? Oh, hello. Thank you so much. Finally, ആരെങ്കിലും ഒരാൾ എടുത്തല്ലോ. Thank you so much. Come on guys, you can do it. मेरे फोटो को सीने से यार चिपका ले से यार फैमिली कोड से ये मिटकी. All right, 3:1, right? 3:1. Thank you so much.
ഇതുവരെ പാട്ട് വരട്ടെ, ഒരു വരിയെങ്കിലും കഴിയട്ടെ. Thank you so much. Thank you. ആ ജിലേബി ആരെങ്കിലും ഒന്ന് എടുത്തു മാറ്റും. അയ്യോ, പാട്ട് കേട്ടിട്ട് എടുക്കാവുള്ളേ, പാട്ട് കേട്ടിട്ട് എടുക്കാവുള്ളേ. കണ്ണോട് കണ്ടപ്പോൾ കണ്ടെത്തി ഞാൻ 1000 താരകൾ പൂത്തുവെന്ന്. പിന്നെയും പിന്നെയും കണ്ട നേരം പുഞ്ചിരി പൂത്തുലഞ്ഞു. കാണാതെ വയ്യുന്ന തോന്നലായി, കണ്ടിട്ടും കണ്ടിട്ടും പോരാനായി. മുട്ടപ്പോൾ ആത്മാവിൽ തേൻ നിറഞ്ഞു. പറ്റിക്കലിൽ ഒരു ഗെയിം സ്പിരിറ്റ്. ലവിൻ വാറാ, എവിടെ വാർ ഇവിടെ? അതെ, മിന്നൽ വാളയുടെ സ്പിരിറ്റ് കളഞ്ഞല്ലോടെ. ബട്ട് ദാറ്റ്സ് ഓക്കേ യാർ. മക്കളാണോ? ആ, വെറുതെ അല്ല കേട്ടോ. ഓൾറൈറ്റ്. तुझे तक 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 तकते रहना, तेरी बक 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 सुनते रहना. काम काज सब भूल भुला के तेरे पीछे पीछे चलते रहना. ये तो है बेस्ट ऑफ टाइम, लव इज अ बेस्ट ऑफ टाइम. प्यार प्यार बेस्ट ऑफ टाइम. ഞാൻ പറയാൻ വരുമായിരുന്നു, ഇത് കുറച്ചൊന്ന്. All right, thank you so much. 1, 2, 3 and go. तट्टावाड़ी नी दुपट्टा वाली. Yes, that's it. Thank you so much, Uncle. That was a really good game. I hope you all enjoyed it. വസീകരാ എന്നെഞ്ചിനിക ഒരു പൊന്മണിയിൽ തൂങ്ങിനാൽ പോതുമതേക്കണം. എൻ കണ്ണുറങ്ങ മുൻ ജന്മങ്ങളിൽ ഏകങ്ങൾ തീരും. വസീകരാ എന്നെഞ്ചിനിക ഒരു പൊന്മണിയിൽ തൂങ്ങിനാൽ പോതുമതേക്കണം. എൻ കണ്ണുറങ്ങ മുൻ ജന്മങ്ങളിൽ ഏകങ്ങൾ തീരും.
Thank you. Somewhere on the west coast, living on the ocean, with palm trees in the yard. Or maybe somewhere in the mountains, living in a cabin where life ain't all that hard. We could run away together, baby, let's get away fast. We could run away forever, baby, let's never look back. Let's leave the world behind us, a place that can't be found. Go somewhere only we know, nothing can stop us now. Let's leave the world behind us, a place they'll never see. Go somewhere only we know, somewhere for you and me. Maybe somewhere in the desert, living in the valley where all the stars come out. Or maybe somewhere in the country, in the middle of nowhere, with no one else around. We could run away together, baby, let's get away fast. We could run away forever, baby, let's never look back. Let's leave the world behind us, a place that can't be found. Go somewhere only we know, nothing can stop us now. Let's leave the world behind us, a place they'll never see. Go somewhere only we know, somewhere for you and me. Somewhere for you and me. I always thought I'd be a rambling man, living in the moment, never making plans. Finding love was just a dream I was having, written in the movies, never thought it would happen. I tried to fill my loneliness with a whiskey, and empty nights with different girls that never missed me. Funny how when you least expect it, everything could change. Baby, it's you I've been looking for. I knew right from the second you came walking through that door. It feels so right when you're in my arms. Darling, it's you I've been looking for. You know I love it when your hair's a mess, the way you shine when you wear that dress.
You make me a better man. Baby, it's you I've been looking for. I knew right from the second you came walking through that door. It feels so right when you're in my arms. Darling, it's you I've been looking for. Just like blue on the sea, our love won't fade, it's evergreen. Girl, the best part of me is you. Baby, it's you I've been looking for. I knew right from the second you came walking through that door. It feels so right when you're in my arms. Darling, it's you I've been looking for.
does it make you dance when you're drunk with your friends at a party? What's your favorite song? Does it make you smile? Do you think of me? When you close your eyes, tell me, what are you dreaming? Everything I wanna know it all. I'd spend 10,000 hours and 10,000 more. Oh, if that's what it takes to learn that sweetheart of yours. And I might never get there, but I'm gonna try. If it's 10,000 hours or the rest of my life, I'm gonna love you. Do you miss the road that you grew up on? Did you get your middle name from your grandma? When you think about you forever now, do you think of me? When you close your eyes, tell me, what